അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആല ലോക ജനതക്ക് സന്മാർഗം കാണിക്കാൻ വേണ്ടി അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കം മുതലേ അല്ലാഹു തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടിരുന്നു. തൗറാത്തും ഇഞ്ചീലും സബൂറുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പതിപ്പായ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനെക്കുറിച്ച് അത് പഠിക്കാനും അത് പഠിപ്പിക്കുന്നവരുമാണ് ലോകത്ത് ഏറ്റവും ഉത്തമരായവർ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഈ ലോകത്ത് കോടാനക്കോടി മനുഷ്യരുണ്ട്. പല ആളുകളും പല ഗ്രേഡിലും പല സ്ഥാനങ്ങൾ വഹിക്കുന്നവരും അതുപോലെ തന്നെ പല നിലയിലും ആളുകളുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നാണ്. പല വിദ്യാഭ്യാസങ്ങളും ഇന്ന് പല പല സർട്ടിഫിക്കറ്റുകളും പല ഉന്നത ജോലികളും പല ഉന്നത സ്ഥാനങ്ങളും നേടുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉത്തമമായിട്ട് ഏറ്റവും നല്ലവരായ ഒരു സമൂഹമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, നമ്മളോട് പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമർ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്നാണ്. ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഒരക്ഷരം പാരായണം ചെയ്താൽ നമുക്ക് 10 നന്മയാണ്. അത് അലിഫ് ലാം മീം ഹർഫുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമല്ല, അത് 3 അക്ഷരമാണ്. അതിന് ഓരോന്നിനും 10 നന്മയാണുള്ളത്. ഇങ്ങനെ ഖുർആനിലെ ഓരോ അക്ഷരങ്ങൾ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുള്ളതോടൊപ്പം തന്നെ അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമരാകുന്നത്. അതിലൂടെ മാത്രമേ മനുഷ്യന് ഇഹപര വിജയങ്ങൾ നേടാൻ കഴിയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ പ്രവാചകൻ്റെ ഖുതുബകളിലും അതുപോലെ തന്നെ ഉപദേശങ്ങളുടെയൊക്കെ തുടക്കത്തിൽ പറയാറുള്ള ഒന്നാണ്, ഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. വ ഖൈറൽ ഹദി ഹദി മുഹമ്മദ്, മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ മാർഗം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടെന്ന്, ആ ഖുർആൻ ഏറ്റവും ചുരുങ്ങിയത് നമ്മളോടൊന്ന് ചോദിക്കുക, നമ്മൾ ഈ ഖുർആൻ എത്രമാത്രം പഠിക്കുന്നുണ്ട്, അതിനോട് നമ്മുടെ സമീപനം എന്താണ് എന്നുള്ളത്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 17 പ്രാവശ്യം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത എത്രയോ മുസ്ലിങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ ഫാത്തിഹയിൽ എന്താണ് നമ്മൾ അള്ളാഹുവിനുമായിട്ട് സംസാരിക്കുന്നത്? അതുപോലെ തന്നെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ, ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്ന അതിൻ്റെ പോലും അർത്ഥം നമുക്കറിയില്ല. പിന്നെ എന്താണ് നമ്മളും ഖുർആനുമായിട്ടുള്ള ബന്ധം? ഒരു വസ്തു നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോൾ, കടയിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്നൊരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കാറ്റലോഗ് ലഭിക്കും. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് സുഖകരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഉപകാരവും ഉണ്ടാവുകയുള്ളൂ. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. നമ്മൾ ഏത് രീതിയിൽ ജീവിച്ചാൽ മാത്രമേ പരലോകത്ത് നമുക്ക് മോക്ഷം കിട്ടുകയുള്ളൂ. നമുക്ക് പരലോകത്ത് അതിൻ്റെ രക്ഷ വേണം എന്നുണ്ടെങ്കിൽ, മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥം അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷയുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അനുയായികളായി